ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ആത്മഭാവങ്ങളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലക്ഷ്മണോപദേശം. പ്രിയരെ, കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ എങ്ങനെ സമചിത്തതയോടെ നേരിടണമെന്ന് രാമായണത്തിൽ ശ്രീരാമൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നൽകുന്ന ഉപദേശങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ധർമ്മവും നിയമവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ധർമ്മത്തെയാണോ പാലിക്കേണ്ടത്, അതല്ല നിയമത്തെയാണോ എന്ന സംശയം അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമചന്ദ്രൻ ദൂരീകരിക്കുന്നുണ്ട്. ശ്രീരാമന് യുവരാജ പദവി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ക്രോധാവേശനായി പരിസരബോധം മറന്ന് ശ്രീരാമന്റെ മുമ്പിൽ രൂക്ഷമായി പ്രതികരിച്ചു. ലക്ഷ്മണന്റെ പ്രതികരണം ക്ഷമയോടെ ശ്രദ്ധിച്ച ശ്രീരാമചന്ദ്രൻ അനുജനെ ക്രോധവികാരത്തിൽ നിന്ന് ഉപദേശം നൽകി മോചിതനാക്കി സാന്ത്വനപ്പെടുത്തിയ രീതി എഴുത്തച്ഛൻ മനോഹരമായി അയോധ്യാകാന്ഡത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോപാകുലനായി നിൽക്കുന്ന ലക്ഷ്മണൻ ശ്രീരാമൻ ഗാഢമായി ആലിംഗനം ചെയ്തുകൊണ്ട് മന്ദസ്മിതത്തോടെ പറഞ്ഞു: ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസു മോർക്ക നീ വന്യസന്തപ്തലോഹാസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. രാജ്യം, രാജാവ്, ദേഹം, ധനം എന്നതൊക്കെ നശിക്കുന്നതാണ്. ഇതൊന്നും ശാശ്വതമല്ല, സത്യമല്ല. ഭോഗവസ്തുക്കളെല്ലാം നശിച്ചു പോകുന്നതാണ്. ആയുസ്സും ഒടുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തീയിൽ ചുട്ടുപഴുപ്പിച്ച ലോഹത്തിനു മുകളിൽ വീഴുന്ന വെള്ളത്തുള്ളിയുടെ അവസ്ഥ പോലെ ക്ഷണികവും നശ്വരവുമാണ് ഈ മനുഷ്യജന്മം. തന്റെ പകുതി ഭാഗവും പാമ്പിന്റെ വായ്ക്കുള്ളിൽ ആയിട്ടും മുന്നിൽ പറന്നുപോകുന്ന ഈച്ചയെ തിന്നാൻ കൊതിയോടെ നാവ് പുറത്തേക്ക് നീട്ടുന്ന തവളയെപ്പോലെയാണ് മനുഷ്യരുടെ നില. നാം ഓരോരുത്തരും കാലമാകുന്ന പാമ്പിന്റെ വായിൽ പെട്ടുകഴിഞ്ഞിട്ടും മരണത്തെപ്പറ്റിയോ ജീവിതത്തിന്റെ നശ്വരതയെപ്പറ്റിയോ ആലോചിക്കാതെ ഭോഗങ്ങൾക്കായി നാക്കും നോക്കും കാതും കൂർപ്പിച്ചു പരക്കം പായുന്നു. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, പുത്രൻ, മിത്രം, ബന്ധുജനങ്ങൾ എന്നിവരോടൊത്തുള്ള വാസവും സ്ഥിരമല്ല. യാത്രക്കാർ വഴിയമ്പലങ്ങളിൽ കുറച്ചുനേരം ഒത്തുചേർന്ന് പിന്നീട് താന്താങ്ങളുടെ വഴിക്കു യാത്ര തുടരുന്നതുപോലെയാണ് ഈ ഭൂമിയിലെ ജീവിതവും. എല്ലാവർക്കും അവരവരുടെ യാത്ര തുടരേണ്ടതുണ്ട്. ധനവും സമ്പത്തും എത്ര കരുതി വെച്ചാലും എന്നെന്നും നിലനിൽക്കുന്നതല്ല. എത്രയൊക്കെ സമ്പത്തുണ്ടായാലും ശക്തിയും ആരോഗ്യവും യൗവനവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യവുമില്ല. ഞാൻ മഹാകേമനാണ്, പണ്ഡിതനാണ്, സുന്ദരനാണ്, ആഢ്യനാണ് എന്നൊക്കെ ദേഹാഭിമാനത്തോടെ ഞെളിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ എല്ലാം തീർന്നു. പിന്നെ അതേ ദേഹം വെന്തു വെണ്ണീറാവുകയോ വല്ല ജന്തുക്കളും ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകുകയോ ചെയ്തേക്കാം. അതുമല്ലെങ്കിൽ അത് മണ്ണിൽ ദ്രവിച്ച് പുഴുവരിച്ചു പോകാം. അതുകൊണ്ട് ദേഹാഭിമാനം തികച്ചും നിരർത്ഥകമാണ്. ദേഹാഭിമാനത്തിൽ നിന്ന് മോചനം കിട്ടാനും ശാശ്വതാനന്ദ സ്വരൂപമായ ആത്മാവാണ്, ചൈതന്യമാണ് താനെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അണയാൻ ഏകാഗ്രതയോടെ നിരന്തരമായ പരിശ്രമം ചെയ്യണം. രാഗം, ക്രോധം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയവ ഒരുവനെ അറിവിൽ നിന്നും അകറ്റിക്കൊണ്ടേയിരിക്കും. ക്രോധം എന്നത് അത്യന്ത വിനാശകാരിയാണ്. ബുദ്ധിമാന്മാർ ക്രോധത്തെ പരിത്യജിക്കണം. ക്രോധം ത്യജിക്കണം ബുധജനം എന്നാണല്ലോ ആപ്തവാക്യം. ശാന്തിയെ ഒരിക്കലും കൈവിടരുത്. ദേഹത്തിനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പുറകിൽ ശുദ്ധജ്യോതിസായി ആനന്ദമായി എപ്പോഴുമുള്ള ചൈതന്യത്തെ തിരിച്ചറിയൂ. ആ തിരിച്ചറിവിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഒട്ടും ഒട്ടലില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. മനുഷ്യ ശരീരം കിട്ടിയാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലങ്ങൾ
അനുഭവിക്കാതെ ഒളിച്ചോടാൻ തരമില്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പരമ്പൊരുളിൽ സമർപ്പിച്ചുകൊണ്ട് കളങ്കമില്ലാതെ ഫലത്തിൽ ആശയില്ലാതെ ചെയ്യണം. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം മറ്റൊരാളാണെന്ന് വിചാരിക്കുന്നത് അജ്ഞത മൂലമാണ്. അതുപോലെ ദുരഭിമാനം മൂലമാണ് തന്റെ ഐശ്വര്യങ്ങളുടെ കർത്താവ് താൻ തന്നെയാണെന്ന് ധരിക്കുന്നത്. ലോകം കർമ്മപാശത്താൽ ബന്ധിതമാണ്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് അനുഭവങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമായി മാറുന്നത്. വിഭിന്നങ്ങളായ അനുഭവങ്ങളെ ഒരേ മനോഭാവത്തോടെ സ്വീകരിച്ച് സ്വസ്ഥമായിരിക്കണം. ശുഭവും അശുഭവുമായ കർമ്മങ്ങളുടെ ആവിർഭാവത്തിൽ സന്തോഷിക്കുകയോ വിഷാദിക്കുകയോ ചെയ്യുന്നത് വ്യർത്ഥമാണ്. എത്ര അർത്ഥവത്തായ ലളിതമായ വാക്കുകളുടെയാണ് നമ്മുടെ ഭാഷാപിതാവ് രാമനിലൂടെ വായനക്കാരെ ബോധവൽക്കരിക്കുന്നത്. ഈ ഉപദേശം ലക്ഷ്മണന് വേണ്ടി മാത്രമല്ല, സമസ്ത ജീവരാശിക്കും വേണ്ടിയുള്ളതാണ്. ദേശകാലങ്ങളുടെയോ വർണ്ണവർഗങ്ങളുടെയോ വ്യത്യാസം അതിലില്ല. രാമായണം പണ്ടു നടന്ന ഒരു സംഭവം മാത്രമാണെന്ന് കരുതരുത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് രാമായണം. വ്യക്തിയുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ജീവിതത്തിൽ അനുദിനം രാമായണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ദൈനംദിന സംഭവങ്ങളുമായി താരതമ്യം ചെയ്യാനാണ് രാമായണം പഠിക്കേണ്ടത്. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാട്.